വളരെ എളുപ്പം ഉണ്ടാക്കിയെടുത്ത ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കൂടെ കഴിക്കാവുന്ന നല്ലൊരു കോംബോയാണ് ഈ കടലക്കറി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറിയിൽ തേങ്ങ നമ്മൾ ചേർത്തിട്ടില്ല. ഈ കടലക്കറി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി വെക്കുന്നതിന് ഞാൻ 250 ഗ്രാം കടല തലേ ദിവസമേ വെള്ളത്തിൽ കുതിർത്തെടുത്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേകുന്നതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. വെള്ളക്കടല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുമുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ കടലയും കൂടെ മാറ്റി വെക്കാം. 3 ടേബിൾ സ്പൂൺ കടല നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് കറി മസാലയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഇത് ഞാനൊന്ന് അരച്ചെടുത്ത് വെക്കുകയാണ്. കടല നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ കടലക്കറിക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളിനി മസാല റെഡിയാക്കുമ്പോൾ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റുക. ഒരു വലിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിന് ഉപ്പൊന്നും ചേർക്കരുത്. നമ്മൾ കടലയിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. തന്നെയല്ല, ഇപ്പം ഉപ്പ് ചേർത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രൗൺ കളറ് ഈ സവാളയ്ക്ക് കിട്ടത്തുമില്ല. നമുക്കിതൊന്ന് വഴറ്റി ബ്രൗൺ കളർ ആകുന്നിടം വരെ എടുക്കാം. സവാള നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവ് കൂടരുത്. കൂടിയാൽ ഈ കറിയുടെ രുചിയെ മാറിപ്പോകും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഫ്ലെയിം കുറവായിരിക്കുകയും വേണം. നല്ലതായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വഴന്ന് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെന്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കൂട്ടിച്ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ 3 ടേബിൾ സ്പൂൺ കടല അരച്ചെടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ചിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കറിയൊന്ന് നോക്കാം. തണുക്കുമ്പോഴത്തേക്ക് ഗ്രേവിയൊക്കെ ഒന്നുകൂടെ കുറുകും. തന്നെയല്ല, പുട്ടിനൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും ഈ ഗ്രേവി ഇത്രയും കിടക്കുന്നത് നല്ലതാണ്. നമുക്കിതിലേക്ക് 5-6 കരിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചെയ്താൽ മതി. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയുമേ ഉള്ളൂ, നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.